അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എഗ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. എഗ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ 10 സവാള എടുത്തിട്ടുണ്ട്. 10 സവാള, അതായത് സവാള കൂടുതൽ വേണം. അവിടെ 10 സവാള, ഒരു 3 തക്കാളി, 6 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. കറി വെക്കാനായി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് 4 വറ്റൽമുളകിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. സവാള വേകുന്ന സമയം കൊണ്ട് നമുക്ക് അവിച്ച മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടി, കുരുമുളക് പൊടി നല്ലതുപോലെ ഇളക്കി അതിലേക്ക് ഫ്രൈ ചെയ്ത മുട്ടയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അതിലേക്ക് തേങ്ങാപ്പാലൊഴിച്ച്, ഒരു തേങ്ങയുടെ പാലാണ്, കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ചോറിൻ്റെ പരിപാടി നോക്കാം. ആദ്യം ഡാൽഡ ഇട്ട് നെയ്യൊഴിച്ച് ചോറിനായി അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ബിരിയാണിക്ക് ആവശ്യമായ മസാല ഇട്ട് ഇനി നമുക്ക് അതിലേക്ക് വെള്ളമൊഴിച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് നമുക്ക് അരിയിടാം. അപ്പോൾ നമുക്ക് ദമ്മ് വയ്ക്കാനുള്ളതിനായി കറി ആദ്യം ഒഴിക്കാം. അതിന് മീതെ ചോറിടാം. അരവേവായിട്ടുള്ള ചോറാണ്. എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.